നിങ്ങൾ എന്തൊട്ടി പറയണകടി? വിശന്നിട്ട് വയ്യാന്ന്. എന്ത് പുട്ട് ഏത്തപ്പഴോ? അതൊന്നും പറ്റില്ല ഗടി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ 150 ഇഡ്ഡലി, ഒരു 100 ചപ്പാത്തി, 4 കെറ്റില് ചായ. ഇത്ര ഇല്ലെങ്കിൽ എൻ്റെ വിശപ്പ് കേട്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, നമ്മുടെ റപ്പായി ചേട്ടൻ തൃശ്ശൂരെ തീറ്റ റപ്പായി ആ ഗടി പറഞ്ഞതാ. തൃശ്ശൂരിന്റെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നായിരുന്നു അത്. കാക്കി വേഷത്തിൽ തോൾസഞ്ചിയും കാലൻകുടയുമായി നീങ്ങുന്ന ആ രൂപം, അതായിരുന്നു തീറ്ററപ്പായി. കിഴക്കുംപാട്ടുകര പൈനാടത്ത് വീട്ടിലെ കുര്യപ്പൻ താണ്ടമ്മ ദമ്പതികളിൽ 7 മക്കളിൽ മൂത്തവൻ. ഒരിക്കലും അടങ്ങാത്ത വിശപ്പുമായി ക്ലാസ് മുറിയിൽ നിന്നും ഇറങ്ങിയോടിയ റപ്പായിയെ തൃശൂർ നഗരം മാറോട് ചേർത്തു സ്നേഹിച്ചു. തൃശൂർ നിവാസികൾ ഇന്നും വിസ്മയത്തോടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞുകൊടുക്കുന്നതാണ് റപ്പായിയുടെ മെനു. രാവിലെ 150 ഇഡ്ഡലി, 100 ചപ്പാത്തി, 4 കെറ്റിൽ ചായ. 11:30 1 കിലോ അരിയുടെ ചോറ്, ഉച്ചയ്ക്ക് 2 ബേസിൻ ചോറ്. 4 മണിക്ക് 22 ചപ്പാത്തി, 12 മസാലദോശ, 2 കെറ്റിൽ ചായ. രാത്രി 25 പൊറോട്ട, 15 ചപ്പാത്തി, 12 ഏത്തപ്പഴം. തീറ്റ മത്സരങ്ങളിൽ റപ്പായിയോട് ആരും ജയിച്ചില്ല. പിന്നീട് തീറ്റ മത്സരം റപ്പായിക്ക് ജീവിതമാർഗമായി. ചില ഹോട്ടലുകൾ റപ്പായിക്ക് സൗജന്യമായി ഭക്ഷണവും നൽകി. ആരുടെ മുന്നിലും കൈനീട്ടിയില്ല, ആരെയും ബുദ്ധിമുട്ടിച്ചുമില്ല. ചിലപ്പോൾ അരിപ്പ വിൽക്കുന്ന റപ്പായിയെയും നഗരവാസികൾ കണ്ടു. റപ്പായിയെ തീറ്റ മത്സരങ്ങളിൽ ചതിക്കാനും ചിലർ ശ്രമിച്ചു. അപ്പോൾ റപ്പായി ചേട്ടന്റെ പ്രിയപ്പെട്ട പോലീസുകാർ ഇടപെട്ടു. ഒരു വയർ നിറയ്ക്കാൻ തന്നെ പെടാപ്പാടാണ് എന്ന് പറഞ്ഞ റപ്പായി വിവാഹം കഴിച്ചതുമില്ല. തീറ്ററപ്പായി എന്ന പേര് കടലിനപ്പുറം പോലും പ്രശസ്തമായി. റപ്പായിയുടെ വിശപ്പ് ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഇന്നും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരെ കാണുമ്പോൾ തൃശൂർക്കാർക്ക് സ്നേഹത്തോടെ ഒരു വാക്കാണ് നാവിൽ വരിക: അവനൊരു തീറ്ററപ്പായിയാണെന്ന്. വർഷങ്ങൾക്കിപ്പുറവും റപ്പായി ചേട്ടനെ തൃശൂർ ഓർക്കുന്നു. നമ്മുടെ റപ്പായി ചേട്ടനെ തോപ്പിക്കാൻ വേണ്ടി ചില കുട്ടായിമാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, റപ്പായിയോളം വരുമോ ഈ കുട്ടായിമാർ? കല്യാണ സദ്യ എല്ലാവരും വിളിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാവർക്കും സ്നേഹമുണ്ടാവും. പക്ഷേ ആനപ്പാപ്പാനെ ഒരിക്കലും കല്യാണം വിളിക്കരുത്. അവന്റെ വിചാരം ഇത് ആനയൂട്ടാണെന്നാ. ആനയൂട്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ നല്ല വാർക്കപ്പണിക്കാരനാണ്, ഉഗ്ര പണിക്കാരൻ. മിനിറ്റ് കൊണ്ട് എത്ര ചട്ടിയാണെന്ന് പറഞ്ഞോ എറിഞ്ഞു കൊടുക്കണം. പക്ഷെ ഇപ്പം അവൻ ആ ഫീൽഡ് വിട്ട് ഇപ്പം അവൻ പൊറോട്ട അടിക്കാൻ പോവുക. ഉഗ്രം പൊറോട്ട അടിക്കാരനാണ്. മലയാളിയുടെ ദേശീയ ഭക്ഷണം എന്താ? പുട്ടും കടലേ. ഒറ്റ അടിയാൻ തരും. പൊറോട്ട. ഈ പൊറോട്ട കിട്ടാൻ വേണ്ടി എന്തൊക്കെ കരോട്ടാണ് ഇവിടെ കിടന്ന് കാണിക്കുന്ന ആളുകൾ. പക്ഷെ പൊറോട്ടയെ അടിക്കുന്നതിനേക്കാൾ കേമന്മാരായിട്ടുള്ള ചില ആശാന്മാരുണ്ട്, ദോശ ഉണ്ടാക്കുന്ന ആശാന്മാർ. കീശയെന്ന് കാശ് പോയാലും ഈ ദോശ വാശിയോടെ കഴിക്കുന്ന കുറേ ആളുകളും ഉണ്ട്. ദോശ, കല്ലുദോശ, തണ്ടുദോശ, കുട്ടിദോശ, റവദോശ, മല്ലിദോശ, തവിടുദോശ, മുളകുദോശ, ക്യാരറ്റ് ദോശ, ബീറ്റ്റൂട്ട് ദോശ, ക്യാബേജ് ദോശ, കറുപ്പ് ദോശ, കോമദോശ, കൂട്ടദോശ, തമ്മിൽ കുട്ടി, കീമാദോശ, മൈദാദോശ, നാടൻ ദോശ, അടദോശ, പൊടിദോശ, മീസ് ദോശ, പനീർ ദോശ, പേപ്പർ ദോശ, ഓണിയൻ ദോശ, റോക്കറ്റ് ദോശ, പച്ചരി ദോശ, ഗോതമ്പ് ദോശ, തക്കാളി ദോശ, ഹമ്പർ ദോശ, പുതിന ദോശ, ഉപ്പുപുള്ളി ജീര ദോശ. ദോശ വേണോ? ദോശ വേണോ? ദോശ വേണോ?
ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ, ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടൊരു കപ്പലോടും ഭാഷയുണ്ടോ, ഒരു ദോശ തിന്നാൻ. ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ, ദോശ എന്നൊരു പേര് കേട്ടാൽ ഭാഷയോടെ വയറുപാടും, ദോശ തിന്നാൻ ആശയുണ്ടോ. എരിനന 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 എരിനനോ, എരിനന 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 എരിനനോ. കമ്മത്ത് 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 അത് കമ്മത്ത്, കമ്മത്ത് 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 അത് കമ്മത്ത്. മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കടിക്കാത്ത എന്തും ഒരു മലയാളി കഴിച്ചിരിക്കും. അവൻ്റെ ഭക്ഷണ രീതിയുടെ ഒരു മാന്യത അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഒരു കപ്പ് ചായ. പക്ഷേ ഈ ചായ കുടിക്കുന്നതിനുമുണ്ട് അതിൻ്റേതായ രീതി. ഈ ചായ പോലെ തന്നെ കുടിക്കുന്ന സാധനങ്ങളാണല്ലോ ഈ സംഭാരം, നാരങ്ങ വെള്ളം, ലസ്സി, അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ ലസ്സി എങ്ങനെ ഈസി ആയിട്ട് കുടിക്കാന്നതിനെ കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തൊക്കെ കഴിച്ചാലും അവസാനം ഒരുപടി ചോറ് കഴിക്കാണ്ട് മലയാളികൾക്ക് സമാധാനാവില്ല. ഈ ചോറ് കഴിക്കുന്ന മലയാളികളുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ചിക്കൻ കഴിക്കാതെ ചില ചെക്കന്മാർക്ക് ഉറക്കം വരില്ല. ഈ ചിക്കൻ എങ്ങാനും പാത്രത്തിലാക്കി മലയാളിയുടെ മുമ്പിൽ കൊണ്ട് അങ്ങ് വെച്ചു കൊടുത്താ അതിനെ കടിച്ച് വലിച്ച് കീറി ഈ കുറുക്കന്റെ മുമ്പിൽ കോഴിനെ കിട്ടിയവരിക്കും പീഡിപ്പിച്ച് കളയും. മലയാളികൾക്ക് എന്തൊക്കെ ഫുഡ് കഴിച്ചാലും ഈ ചൈനീസ് നൂഡിൽസിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. ചൈനീസ് നൂഡിൽസ് കഴിക്കണമെങ്കിൽ ശരിക്കും ഫോർക്ക് വേണം, കത്തിയും മുള്ളും കോലൊക്കെ വേണം. പക്ഷെ മലയാളിക്കൊന്നും വേണ്ട. ഈ 4 വിരലുണ്ടല്ല, ഇത് വെച്ചൊരു കലക്കുണ്ട്. മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ കാര്യത്തിൽ മലയാളി നമ്പർ 1 ആണ്. ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വൃത്തിയാക്കി ക്ലീനാക്കാണ്ടല്ലാതെ അവൻ കൈ കഴുകത്തില്ല. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അത് ദഹിക്കാൻ വേണ്ടി വലിയ വലിയ ഹോട്ടലിൽ നിന്നും നമുക്ക് പല പല സാധനങ്ങൾ തരാറുണ്ട്. ഉദാഹരണത്തിന് ഈ ജീരകം, കൽക്കണ്ടം, ഉണക്കമുന്തിരി, അങ്ങനെ പല പല സാധനങ്ങൾ. ഇതങ്ങ് കിട്ടിക്കഴിയുമ്പോഴാണ് മലയാളി തൻ്റെ തനി സ്വരൂപം അങ്ങ് എടുക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വിശപ്പുണ്ടാകാൻ വേണ്ടി മലയാളി ഒരു 2 എണ്ണം അടിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അത് ദഹിക്കാൻ വേണ്ടി ഒരു 4 എണ്ണം അടിക്കും. പക്ഷേ ഈ അടിക്കുന്നതിലും മലയാളിയുടെ ഒരു ടച്ച് ഉണ്ട്.
500 रुपए का है। ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടില്ല. പെട്ടെന്ന് വേണം. എവിടെ നീ പെട്ടെന്ന് തരണേ? ഇത് ഉണ്ടാക്കണ്ടേ? ഈ ഉണ്ടാക്കുന്നവന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയോ? അതിനാണ് ക്ഷമ വേണ്ടത്. നമ്മൾ ചില സമയത്ത് നമ്മൾ കൂട്ടുകാരോട് പറയും, അളിയാ ഒരു ചായ അടിച്ചാലോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ചായ ഇങ്ങനെ കുടിക്കുന്നതിനെ. പക്ഷെ ചായ അടി അതല്ല. നമ്മൾ കണ്ടതിൽ ഇത്രേ ഉള്ളൂ. പക്ഷെ അതല്ല, ഇതിങ്ങനെ അടിക്കണ്ട, ഞെട്ടിപ്പോ. ഭക്ഷണത്തോട് മലയാളിയുടെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ്. ചില കല്യാണത്തിന് പോയിട്ട് കെട്ടങ്ങ് കഴിയുമ്പോൾ തന്നെ ഇടിച്ചു കുത്തി ഹോളിലേക്ക് ഒരു കയറ്റമുണ്ട്. എൻ്റെ ഈ ഗ്രഹണി പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ മൃഗങ്ങളെ കണ്ട് പഠിക്കണം. അവരുടെ ആ ഭവ്യത, ആ എളിമ, അത് ഭയങ്കര സംഭവമാണ്. ഈ ഭക്ഷണം പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ കലയാണ്. എങ്കിൽ സവാള അരിയുന്നത് ചിത്രകലയാണ്. കേട്ടിട്ടില്ലേ? സവാള ഗിരിഗിരി സവാള ഗിരിഗിരി എന്ന് ഇങ്ങനെ കിരികിരി എന്ന് അറിയണമെങ്കിലുണ്ടല്ല, ഇത്തിരി പാട് തന്നെയാണ്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുള്ളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഇത് പാട്ട് കേൾക്കുമ്പോൾ തന്നെ വായിന്ന് സുരലോക ജലധാര ഒഴുകി ഒഴുകി
ഈ വാചകം അടിക്കുന്നതിൽ പലരും ഭയങ്കര മിടുക്കന്മാരാണ്. പക്ഷെ അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും പാചകം ചെയ്യാൻ പറയുമ്പോഴാണ് തോറ്റുപോകുന്നത്. പക്ഷേ പാചകം ചെയ്യുന്നവരും വാചകം അടിക്കുന്നവരും ഇത് പാചകം ചെയ്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒരു വാചകം പോലും മിണ്ടാണ്ട് മണമണാന്ന് അടിക്കുന്നതാണ്. പാചകം ഒരു കലയാണ്. പക്ഷെ ചിലർ പാചകം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ കലയെ കൊല ചെയ്യുകയാണോ എന്ന്. ഈ പരിപാടിയിലേക്ക് രസകരവും കൗതുകവുമുള്ള വീഡിയോകൾ പ്രേക്ഷകർക്കും അയക്കാം. വീഡിയോ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9605464007. Yeah.